ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് എൻ്റെ ഹെയറിൽ ആകെ മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുവാണേ. അപ്പോൾ ഞാനൊന്ന് ഹെയർ ഒന്ന് സ്മൂത്ത് ആക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട ചെറുതായിട്ട് സൈഡ് പൊട്ടിച്ച് അതിൻ്റെ വൈറ്റ് കളർ മാത്രമേ എടുക്കുന്നുള്ളൂ, യെല്ലോ പോർഷൻ വേണ്ട. വൈറ്റ് കളറുള്ള ആ സംഭവം മാത്രം എടുത്ത് ഒരു ബൗളിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ അലോവേര ജെല്ലാട്ടോ ഉപയോഗിക്കുന്നത്, ഇടുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ അലോവേര ഉള്ളത് കൊണ്ട് പുറത്ത് കടയിലൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും ഹെയറിൽ തേക്കാനാണെങ്കിലും ഒക്കെ ഞാൻ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ അലോവേര ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു ചെറിയ പീസ് അടുത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ അടിയിലെ പോർഷൻ കണ്ടിച്ച് കളഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. കാരണം അതിനകത്തൊരു യെല്ലോ ജെല്ലുണ്ട്, അത് പോകണം. അത് നമ്മുടെ ഫേസിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചൊറിയും. അപ്പോൾ അത് കളഞ്ഞിട്ട് ഞാൻ കളയാൻ വെക്കുന്നുണ്ട്. അത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അതിൻ്റെ ജെല്ല് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ജെല്ല് ഞാൻ നമ്മുടെ മുട്ടയുടെ വെള്ളയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. നമുക്കിവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. വേറെ ആരും ഒരു തക്കുടിപ്പൂച്ചയാണ്. ഇത് ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും ഗസ്റ്റാണ്. എല്ലാ വീട്ടിലും മാറി പോയി നടപ്പാണ് ഇവരുടെ പരിപാടി. ഇന്ന് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു വിടും. ആൾ പിന്നെ കുറച്ച് നേരം ഇവിടെ കിടന്നിട്ട് ആളുടെ വഴിക്ക് പോകും. ഗൈസ്, ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ട് തെന്നി മാറി. അപ്പോൾ എൻ്റെ അലോവേര ജെൽ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുവാണ്. ഞാൻ അലോവേര ജെല്ലിൻ്റെ മഞ്ഞ കളറൊക്കെ അവിടെ നിന്ന് കളഞ്ഞു. അതൊക്കെ ആ മഞ്ഞക്കറയൊക്കെ പോയി. അത് റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നമ്മുടെ മുട്ടയുടെ വെള്ളയിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കും. രണ്ടും അലോവേരയുടെ ജെല്ലൊക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് കടയിൽ നിന്ന് ആട്ടി മേടിച്ച വെളിച്ചെണ്ണയാണ്. ഇത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എണ്ണയും അലോവേരയും മുട്ടയുടെ ആ വെള്ളയും ആ വൈറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വെച്ചിട്ട് വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പുറത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. ഈ സംഭവം നമ്മൾ തേച്ചിട്ട് തലയിൽ മസാജ് ചെയ്യുക. ഹെയർ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വിടുക. കെട്ടിയൊന്നും വെക്കേണ്ട, കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വിട്ടേക്കുക. ഹെയറൊക്കെ ഇപ്പോൾ നന്നായിട്ട് പശ പിടിച്ച പോലെ ഇരിക്കും. ഈ മുട്ടയുടെ ആ വൈറ്റ് ആ സംഭവം തേച്ച് കഴിഞ്ഞാൽ ഹെയർ നല്ല അങ്ങനെ ഇതായിട്ടിരിക്കും, വടി പോലെ ഇരിക്കും. പിന്നെ ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാനിത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഞാനിത് ചെയ്യാറുണ്ട്, ഹെയർ നന്നായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഈ സ്മെല്ല് ഉണ്ടാകും, അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. സ്മെല്ല് മുട്ടയ്ക്ക് ഉണ്ടല്ലോ, നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ സ്മെല്ല് പോകത്തുള്ളൂ. അപ്പം കണ്ടോ, പുറത്താണെങ്കിൽ നല്ല മഴയാണ് പെയ്യുന്നത്. സമയം 4:30 പോലും ആയിട്ടില്ല, മഴ പെയ്യുന്നുണ്ട്, നല്ല മഴയാണ്. അതുകൊണ്ട് ചൂട് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ ഹെയറിൽ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഇതുപോലെ മുട്ടയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഹെയറിന് നല്ലതാണ്, കണ്ടീഷണർ പോലെയാണ്. അപ്പോൾ ടൈം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു, ടാറ്റാ.